ഉദ്ഘാടന മാമാങ്കം കഴിഞ്ഞിട്ടും മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങൾ വിട്ടുകൊടുത്തില്ല. കഴിഞ്ഞ ദിവസം വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടന്നിരുന്നു. വാഹനങ്ങളുടെ അലോട്ട്മെന്റ് ഓർഡറിലുള്ള മന്ത്രിയുടെ എതിർപ്പാണ് വാഹനങ്ങൾ തടഞ്ഞുവെക്കാൻ കാരണം എന്നാണ് സൂചന. വാഹനമെടുക്കാൻ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തെത്തിയ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, എന്താണ് മന്ത്രിയുടെ അതൃപ്തിയിലേക്ക് നയിച്ചത്? അഭിലാഷ്, ഏതായാലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനി ഏതായാലും പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ തന്നെ അലോട്ട്മെന്റ് ലിസ്റ്റ് ഇറക്കിയതാണ്. ഇന്നലെ എല്ലാ വാഹനങ്ങളും കൊടുത്തുവിടുമെന്നുള്ളതായിരുന്നു മുൻകൂട്ടി അറിയിച്ചിരുന്നത്. പക്ഷേ എന്നാൽ വാഹനങ്ങളൊന്നും തന്നെ കൊടുത്തുവിട്ടിട്ടില്ല. ഇന്നലെ പേരൂർക്കടയിൽ ഈ ഫ്ളാഗ് ഓഫ് പരിപാടി കഴിഞ്ഞതിന് ശേഷം ആ വാഹനങ്ങളെല്ലാം ഇപ്പോൾ പേരൂർക്കടയിലെ SAP ക്യാമ്പിൽ, പോലീസിന്റെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പല ജില്ലകളിൽ നിന്നും ഇവിടേക്ക് വാഹനം എടുക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ വന്നിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ ഇന്നലെ കുഴഞ്ഞു വീഴുന്ന സ്ഥിതി വരെ ഉണ്ടായി. കാരണം അത്രത്തോളം നേരം വെയിലത്ത് നിന്നാണ് അവരെല്ലാം തന്നെ ഈ വണ്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചത്. അതോടൊപ്പം ഈ പരിപാടി നടക്കുന്ന സമയത്തെല്ലാം തന്നെ പൊരുവെയിലത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. രണ്ടാം തവണയാണ് ഇത്തരത്തിൽ വണ്ടി എടുക്കാൻ വന്നതിന് ശേഷം വണ്ടി ഇല്ലാതെ മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇനി വീണ്ടും ഒരിക്കൽ കൂടി വന്ന് ഈ അലോട്ട്മെന്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകളാണ് ഇത്തരത്തിൽ അലോട്ട്മെന്റ് ഈ ലിസ്റ്റ് ഇറക്കിയിട്ട് പോലും രണ്ടാമത് ഈ വണ്ടി കൊണ്ട് പോകാൻ കഴിയാതെ അവസ്ഥയിൽ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനി എന്താണ് വിശദീകരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളതാണ് കാണേണ്ടത്.